നമസ്കാരം. നമുക്കിന്ന് HMT മൂവ്മെന്റ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ റിസ്റ്റ് വാച്ചുകൾക്ക് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് മോബിയൂസിൻ്റെ ഓയിലാണ്, സിസ്മയുടെ ഓയിലാണ്. ഇന്ന് മാർക്കറ്റിൽ നോർമലി കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഓയിലാണത്. റിസ്റ്റ് വാച്ചസിന് സാധാരണഗതിയിൽ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയിലാണ്. ഏകദേശം ഒരു തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിലധികം ആ വാച്ച് ആ ഓയിൽ ഒന്നും സംഭവിക്കാതെ നിൽക്കും എന്നുള്ളതാണ് കണക്ക്, വെള്ളം ഒന്നും പെടാതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നവരൊക്കെ സിസ്മേഡ് മോബിയൂസ് ഓയിലാണ് യൂസ് ചെയ്യാറ്. മോബിയൂസിൻ്റെ 8000 എന്നുള്ള ഓയിൽ. നമ്മളിപ്പോൾ സെൻട്രൽ വീലാണ് വെച്ചിട്ടുള്ളത്. സെൻട്രൽ വീൽ ബ്രിഡ്ജാണ്. ആ കാണുന്നതാണ് അതിൻ്റെ ജുവലിൽ നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് ആ ഫ്രിക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജുവൽസിലാണ് ഓയിൽ അപ്ലൈ ചെയ്യുക. സെൻട്രൽ വീൽ വെച്ച് സെൻട്രൽ ബ്രിഡ്ജ് വെച്ച് അതിനൊരു സ്ക്രൂ വരും. വീലൊന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് സ്ക്രൂ ചെയ്യുക. ആ വയ്ക്കുന്നത് ഫസ്റ്റ് വീലാണ്. സെൻട്രൽ വീലിൽ നിന്ന് കണക്ഷൻ വരുന്നത്. ഇത് സെക്കൻഡ് വീലിലാണ് സാധാരണ സെക്കൻഡ് സ്വിച്ച് വരും, സെക്കൻഡ് ഹാൻഡ് വരുന്നത്. അത് നമുക്കൊരു മിനിറ്റിൽ ഒരു കറക്കം കറങ്ങി വരും. അടുത്ത എസ്കേപ്പ് വീലാണ് നമുക്ക് ലിവറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. വീൽ ബ്രിഡ്ജിന് 3 ജുവൽ വരും. 3 ജുവലിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ വീൽ ബ്രിഡ്ജ് വെക്കാൻ കുറച്ച് ഒരു പണിയുള്ളതാണ്. കാരണം വീലിൻ്റെ ടിപ്പ് വളരെ തിന്നായിരിക്കും. ആ ടിപ്പ് നമ്മൾ കറക്റ്റ് ജുവലിലേക്ക് പ്ലേസ് ചെയ്തിട്ട് വേണം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. വീലൊന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട്, ഇതാണ് അതിൻ്റെ ബാരൽ ആണ് വാച്ചിൻ്റെ പവർ ഹൗസ് എന്ന് പറയാവുന്ന സാധനം. ബാരലിലാണ് മെയിൻ സ്പ്രിങ് നമ്മൾ റോൾ ചെയ്ത് വെക്കുക. മെയിൻ സ്പ്രിങ് നമ്മൾ വാച്ചിന് കീ കൊടുക്കുന്ന സമയത്ത് ഫുൾ റോളിനായി നിൽക്കും. അത് റിലീസ് ആകുമ്പോഴാണ് വാച്ചിലേക്ക് പവർ വരുന്നത്. HMT വാച്ചിൻ്റെ നമ്മൾ ഒരു ഫുൾ വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 38 മണിക്കൂർ പവർ കിട്ടും. അത് 38 മണിക്കൂർ വാച്ച് വർക്ക് ചെയ്യുന്നതാണ്. നല്ല കണ്ടീഷനുള്ള വാച്ച് 38 മുതൽ 40 മണിക്കൂർ വരെ വർക്ക് ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ ഭയങ്കര റിസ്ക്കാണ് ഇത് ശരിക്കും. കാരണം തെറിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. മെയിൻ സ്പ്രിങ്ങിലും മറ്റ് വൈൻഡിങ് പാർട്സിലൊക്കെ നമ്മൾ വെക്കുന്നത് HMTയുടെ തന്നെ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഓയിൽ HMTയുടെ ഹാർഡായിട്ടുള്ള ഓയിലാണ്. ഇതിൽ നമ്മൾ സിസ്മയുടെ മോബിയൂസ് ഓയിലൊന്നും വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും, വറ്റിപ്പോകുന്നത്. ഇതാണ് ഹാർബർ, മെയിൻ സ്പ്രിങ്ങിനെ വൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇത് ബാരലിൻ്റെ അടപ്പ്, ഓയിൽ വെച്ചിട്ട് ബാരലിൻ്റെ അടപ്പ് വെച്ചിട്ട് എല്ലാ എഡ്ജും കറക്റ്റായി പെടുന്നത് പോലെ നമ്മൾ പ്രസ് ചെയ്യണം. ശരിക്കും ബാരലിൽ മെയിൻ സ്പ്രിങ് നമ്മൾ റോൾ ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു പ്രോസസ്സാണ്. ശരിക്കും കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട, കാണുന്ന അത്ര ഈസി അല്ല അത്. പുറത്തൊക്കെ ശരിക്കും മെഷീനറി യൂസ് ചെയ്തിട്ടാണ് അവരതിന് ഒരു വൈൻഡിങ്ങിനൊരു സാധനം. നമ്മളൊക്കെ അത് ചെറുപ്പം മുതലേ കൈകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു ശീലം കൊണ്ടാണ്. ബാരൽ വെക്കുക, ഇത് ബാരലിൻ്റെ ബ്രിഡ്ജാണ്. സ്ക്രൂ ചെയ്തിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഈ കാണുന്നത് ക്ലിക്ക് സ്പ്രിങ് എന്ന് പറയും. വളരെ നേരിയ സ്പ്രിങ്ങാണ്, പെട്ടെന്ന് തെറിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. നമ്മൾ ആ ക്ലിക്ക് സ്പ്രിങ് വെക്കുന്നത് ചെറിയൊരു ഗാഡി വരും. അകത്ത്
അതിൻ്റെ വളഞ്ഞ അറ്റം ആ ഹോളിലേക്ക് പ്രസ് ചെയ്ത് അവിടെ പിടിപ്പിക്കലാണ് അതിൻ്റെ രീതി. ഈ ക്ലിക്ക് സ്പ്രിംഗ് ആണ് നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ അതിൽ ആ ചാവി ലോഡാക്കി നിർത്താൻ സഹായിക്കുന്നു. ബാരൽ വൈൻഡിങ് വീല് സ്ക്രൂ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂവിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്ക്രൂ പോലെയല്ല, അത് കറക്റ്റ് ഉൾട്ടായിരിക്കും. നമ്മളെല്ലാ സ്ക്രൂവും ലെഫ്റ്റിലേക്കാണ് അഴിക്കുക എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചാണ്, റൈറ്റിലേക്ക് അഴിക്കലും മിക്ക വാച്ചുകളിലും ഈ ഒരു രീതിയിലാണ് വരാറ്. നമ്മൾ ബാരലൊക്കെ എല്ലാ വീലിലും ലോഡാണ്. നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീല് ഫ്രീ ആകും. ഇത് സെൻട്രൽ വീലിൻ്റെ പിനിയനാണ്. സെൻട്രൽ വീലിൻ്റെ പിന്നിൽ ലൈറ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് കാനൺ പിനിയൻ എന്ന് പറയും. ഇതിലാണ് മിനിറ്റ് സൂചി വരിക. മിനിറ്റ് ഹാൻഡ് വരുന്നത് ഇതിലാണ്. ഇത് സെൻട്രൽ വീല് കറങ്ങുന്നതിൻ്റെ ഒപ്പം കറങ്ങുന്നൊരു സാധനമാണിത്. ഇത് ലിവറാണ്. ലിവർ സ്കേപ്പ് വീലിൽ കണക്ട് ചെയ്തിട്ട് ആ ലിവറിൻ്റെ രണ്ട് റെഡിൽ കാണുന്ന രണ്ട് ജുവൽസാണ്. ബാലൻസ് വീല് കറങ്ങുന്നതിനനുസരിച്ചിട്ട് കറക്റ്റ് നമ്മൾ സെക്കൻഡിൽ താളത്തിൽ എസ്കേപ്പ് വീലിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ലിവറാണ്. ലിവർ ബ്രിഡ്ജ്. ബാലൻസ് വീലിൻ്റെ റോളറിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് അതിലൊരു ജുവൽ വരും. അതാണ് ലിവറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം. കുറച്ച് ശ്രദ്ധയോടുകൂടി നമ്മുടെ ആ റോളർ ലിവറിൻ്റെ മൗത്തിൽ കറക്റ്റായിട്ട് പെട്ട് കഴിഞ്ഞാലാണ് ഇപ്പോൾ കറക്റ്റായിട്ട് റോളറിൽ മൗത്തിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളത് പതുക്കെ അനക്കി കൊടുത്തിട്ട് പെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റാണത്. നമ്മൾ സ്ക്രൂ ചെയ്യുക. ബാലൻസ് വീൽ സ്ക്രൂ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് ടിപ്പും കറക്റ്റായിട്ട് ജുവൽസിനകത്ത് പെട്ടെന്ന് ഉറപ്പ് വരുത്തണം. വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഫ്രീ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഒരു വാച്ചിൻ്റെ അസംബ്ലിങ് പ്രോസസ്സുകൾ. അസംബ്ലിങ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വീഡിയോകൾ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇനിയൊരു വാച്ച് മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.